നമസ്കാരം. ലേൺ അറ്റ് ഹോം പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ +2 കെമിസ്ട്രി ക്ലാസ് ആരംഭിക്കുകയാണ്. NCERT +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് രൂപത്തിലോ PDF രൂപത്തിലോ നിങ്ങളുടെ കയ്യിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷം ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി എന്നീ ഭാഗങ്ങളിലായി മൊത്തം 16 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഭൂരിഭാഗം ചാപ്റ്റേഴ്സും ഫസ്റ്റ് ഇയറിൽ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ദി സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ദി സോളിഡ് സ്റ്റേറ്റ് ആണ്. ദി സോളിഡ് സ്റ്റേറ്റ് എന്ന ഈ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അതിൽ ആദ്യം അട്രാക്റ്റീവ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആയ വാൻ ഡെർ വാൾസ് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്തു. അതിനുശേഷം ഗ്യാഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദി സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ആദ്യം തന്നെ ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന ഈ ഒരു അവസ്ഥയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം, നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളിൽ ഭൂരിഭാഗവും അതിൽ ഓക്സിജൻ, വാട്ടർ, ഫോസിൽ ഫ്യൂവൽസ് മുതലായവ ഒഴിച്ചുള്ള ഭൂരിഭാഗം വസ്തുക്കളും സോളിഡ് സ്റ്റേറ്റിലാണ്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ള 118 എലിമെൻറ്റ്സിൽ ഹൈഡ്രജൻ, മെർക്കുറി, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, നോബിൾ ഗ്യാസസ് മുതലായവ ഒഴിച്ചുള്ള ബാക്കി എല്ലാ മൂലകങ്ങളും സോളിഡ് സ്റ്റേറ്റിലാണ്. സ്റ്റീലിനേക്കാൾ ഉറപ്പും കോപ്പറിനേക്കാൾ കണ്ടക്ടിവിറ്റി കൂടിയതുമായ കാർബൺ നാനോ ട്യൂബ്സ്, ബയോഡിഗ്രേഡബിൾ പോളിമർ, ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് മുതലായവയൊക്കെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയുടെ സംഭാവനയാണ്. ഈ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയുടെ പഠനം എളുപ്പമാക്കി തീർത്തത് വില്യം ലോറൻസ് ബ്രാഗ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ അദ്ദേഹം ഡിഫറെൻറ്റ് സോളിഡ്സിലൂടെ എക്സ്റേ കടത്തിവിട്ട് അവയുണ്ടാക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺസിനെ പറ്റി പഠനം നടത്തുകയുണ്ടായത്. ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ച് കാൾ വാഗ്നർ എന്ന ജർമ്മൻ കെമിസ്റ്റ് പലതരം സോളിഡ് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠനം നടത്തി. അതുകൊണ്ട് കാൾ വാഗ്നർ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി. ആക്ച്വലി വാട്ട് ഈസ് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി? സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് സിന്തസിസ്, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇനി നമുക്ക് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്? നിങ്ങൾ ഫസ്റ്റ് ഇയറിന് പഠിച്ച ആ പോയിൻറ്റ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് സോളിഡിൻ്റെ പ്രത്യേകതകൾ? ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. സെക്കൻഡ് പോയിന്റ്, ലിക്വിഡ്സും ഗ്യാസും കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ള പാർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. എന്തൊക്കെയാവാം ഈ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ്? ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം. അപ്പോൾ ഇൻ സോളിഡ്സ് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്. നെക്സ്റ്റ് പോയിന്റ്, കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക്ഡ് ആവുമ്പോൾ ഇതിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഷോർട്ട് ആയിരിക്കും. തേർഡ് പോയിന്റ്, ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട്. നെക്സ്റ്റ്, ഫിഫ്ത്ത് പോയിന്റ്, ഇൻ ദിസ് particles are placed in fixed position. പാർട്ടിക്കിൾസ് ഫിക്സഡ് പൊസിഷനിൽ വെച്ചിരിക്കുക, അങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള കഴിവില്ല, അവരുടെ ഒരു സ്ഥാനം മാറി നിൽക്കാനുള്ള
കഴിവില്ല. പക്ഷേ അവരുടെ മീൻ പൊസിഷനിൽ വെച്ച് ഓസിലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദിസ് പാർട്ടിക്കിൾസ് ആർ പ്ലേസ്ഡ് ഇൻ ഫിക്സഡ് പൊസിഷൻ ആൻഡ് ക്യാൻ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദർ മീൻ പൊസിഷൻ. ലാസ്റ്റ് പോയിന്റ്, സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ, നമുക്ക് അമർത്താൻ കഴിയില്ല, ആൻഡ് റിജിഡ്. സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. ഒന്നുകൂടി പറയാം, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ്, definite shape and definite volume. Second point, particles are closely packed. Particle means atoms, ions or molecules. Third point, intermolecular forces are strong. Fourth point, intermolecular distances are short. Fifth point, particles are placed in fixed position and they can only oscillate about the mean position. Sixth point, solids are incompressible and rigid. ഇനി നമ്മൾ പറഞ്ഞു സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്, വെൽ പാക്ക്ഡ് ആണ്, ക്ലോസ്ലി പാക്ക്ഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സോളിഡ്സ് എല്ലാം ഒരുപോലെയാണ്, എല്ലാ സോളിഡ്സിലും ഈ അറേഞ്ച്മെൻറ്റുകൾ വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, എല്ലാ സോളിഡ്സിലും ഈ അറേഞ്ച്മെൻറ്റ്, വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് കീപ്പ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഗ് കണ്ടെത്തിയ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് ടെക്നിക്സ് വഴി ഡിഫറെൻറ്റ് സോളിഡ്സിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ടൈപ്പ് സോളിഡ്സിലെ പാർട്ടിക്കിൾസ്, അത് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്, അവയെല്ലാം തന്നെ വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്. അതേസമയം മറ്റൊരു ടൈപ്പ് സോളിഡ്സ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് അല്ല. സോഡിയം ക്ലോറൈഡ് പോലുള്ള, ഗ്രാഫൈറ്റ് പോലുള്ള സോളിഡ്സിലൊക്കെ വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് കണ്ടു. പക്ഷേ ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ ഇതുപോലുള്ള സോളിഡ്സിൽ അത്രയ്ക്കും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് അല്ല കണ്ടത്. അതുകൊണ്ട് സോളിഡ്സിനെ ഈ അറേഞ്ച്മെൻറ്റിലെ ഡിഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിലൊന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സും രണ്ടാമത്തെ കാറ്റഗറി അമോർഫസ് സോളിഡ്സ് എന്നും അറിയപ്പെടുന്നു. അമോർഫസ് എന്നാൽ അമോർഫോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുണ്ടായ ഒരു പദമാണ്. അമോർഫോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നോ ഫോം എന്നാണ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിലാണ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. അമോർഫസ് സോളിഡ്സിൽ അത്രയും വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ഇല്ല. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് കുറച്ചെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു. സോഡിയം ക്ലോറൈഡ്, ഗ്രാഫൈറ്റ്, ഡയമണ്ട്, അതുപോലെ അയോഡിൻ, സോളിഡ് ഫോം ഓഫ് CO2 ആയ ഡ്രൈ ഐസ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലുണ്ട്. അമോർഫസ് സോളിഡിലെ ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, കോട്ടൺ, amorphous silicon. Amorphous silicon is used as a photovoltaic material in photovoltaic cell. അതിൻ്റെ പർപ്പസ് ലൈറ്റ് എനർജിയെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും ഡിഫറൻസ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്? നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ വലിയൊരു ബ്ലോക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഉള്ള അറേഞ്ച്മെൻറ്റ് ഒരുപോലെയായിരിക്കും. അത് നമ്മൾ എത്ര കിലോമീറ്ററുകളോളം എത്ര വലുതാണെങ്കിൽ ഏത് ഭാഗം എടുത്താലും അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെയായിരിക്കും. അതേസമയം അമോർഫസ് സോളിഡിലാണെങ്കിൽ കുറച്ച് ഭാഗത്ത് വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവാം, പക്ഷേ കുറച്ച് ഭാഗത്ത് ഉണ്ടാവില്ല, കുറച്ചുണ്ടാവും. അങ്ങനെ കൃത്യമായൊരു ക്രമത്തിലല്ല ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളത്. അങ്ങനെ ഈ ഒരു അമോർഫസ് സോളിഡിനെയും ക്രിസ്റ്റലൈൻ സോളിഡിനെയും യഥാർത്ഥത്തിലുള്ള സോളിഡാണോ അല്ലയോ എന്നതിനനുസരിച്ച് രണ്ട് രീതിയിൽ പറയും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ കോൾഡ് ട്രൂ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് ആർ കോൾഡ് സ്യൂഡോ സോളിഡ്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് അത് പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമുക്ക് പറയാം അത് ട്രൂ സോളിഡ്സ് ആണ്. അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡാണ്. സ്യൂഡോ സോളിഡിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നും പറയും. കാരണം ഈ അമോർഫസ് സോളിഡിനൊക്കെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചെറിയ തോതിൽ ഫ്ലൂയിഡ്സ് പോലെ, ലിക്വിഡ്സും ഗ്യാസസും ആണ് ഫ്ലൂയിഡ്സ്, ആ ഫ്ലൂയിഡ്സ് പോലെ ഒഴുകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ പഴയകാല ഏൻഷ്യൻ സിവിലൈസേഷൻ, റോമൻ സിവിലൈസേഷനിലുള്ള ഗ്ലാസ് ഒബ്ജക്ട്സിൻ്റെയൊക്കെ
അടിഭാഗം താഴെ ഭാഗം ഒരു മിൽക്കിനെസ് നേച്ചർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കട്ടി കൂടിയ ഒരു നേച്ചർ നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള കാരണം ഈ ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡാണ്. ഈ ഗ്ലാസ് താഴോട്ട് ഒഴുകി വന്ന് അതിലുള്ള പാർട്ടിക്കിൾസ് അടിയിൽ സെറ്റിൽ ചെയ്യുന്നത് കൊണ്ടാണ്, ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് കൊണ്ടാണ് അടിഭാഗം കട്ടിയാവുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ അമോർഫസ് സോളിഡിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നും പറയുന്നു. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണ്, അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണ്. ഇനി അടുത്ത പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെ നോക്കിയാലും ഒരേപോലെ വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ഉള്ളതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അങ്ങനെ അല്ലാത്തതാണ് അമോർഫസ് സോളിഡ്. ഇപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമുക്ക് പറയാം, സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. അമോർഫസ് സോളിഡിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണുള്ളത്. തേർഡ് പോയിന്റ്, ഒരു സോളിഡിൻ്റെ പ്യൂരിറ്റി തീരുമാനിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മെൽറ്റിംഗ് പോയിന്റ്. ഒരു സോളിഡ് പ്യുവർ ആണെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് കൃത്യമായൊരു വാല്യൂ, ഒരു വേരിയേഷനില്ല, കറക്റ്റായ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അത് ക്രിസ്റ്റലൈൻ സോളിഡിന് മാത്രമേ ഈ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ മെഷർ ചെയ്താൽ കറക്റ്റായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. അതേസമയം അമോർഫസ് സോളിഡിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുക. അതുകൊണ്ട് പറയാം, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, അമോർഫസ് സോളിഡിന് ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി മെൽറ്റിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സോളിഡിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റും കൂടുതലായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു 4 സോളിഡ്സ് തന്നു, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ വാല്യൂ തന്നിട്ട് ഏതിലാണ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലെന്ന് ചോദിച്ചാൽ അതിലേതിലാണോ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ളത് അതിലായിരിക്കും ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടുതൽ. ദാറ്റ് ഈസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദാറ്റ് ഈസ് ഒരു മോളിക്യൂളിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. ദി സ്റ്റെബിലിറ്റി ഓഫ് എ compound is related to its melting point and its melting point is related to intermolecular force of attraction. Okay, അപ്പോൾ തേർഡ് പോയിന്റ് ആണ് crystalline solids have sharp melting point, amorphous solids does not have sharp melting point. ഇനി ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ ഒരുപാട് എൻതാൽപ്പി വാല്യൂസിനെ പറ്റി പഠിച്ചിരുന്നു. അതിലൊരു വാല്യൂ ആയിരുന്നു എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷനിൽ വരുന്ന മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എന്തായിരുന്നു അത്? മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഒരു മോൾ സോളിഡ് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്കായി, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്കായി മാറാൻ വേണ്ടി എത്രയാണോ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് അതിനെയായിരുന്നു മോളാർ എൻതാൽപ്പി ഓർ മോളാർ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. മോളാർ എൻതാൽപ്പി ഓർ മോളാർ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് required to convert 1 mole of a solid into its liquid state at its melting point. ആ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഓർ മോളാർ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ നേരത്തെ മെൽറ്റിംഗ് പോയിന്റിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വാല്യൂയും ക്രിസ്റ്റലൈൻ സോളിഡിന് മാത്രമേ ഡെഫിനിറ്റായ ഒരു വാല്യൂ കിട്ടിയുള്ളൂ. ഏതൊരു പ്യുവറായ സാമ്പിൾ എടുത്താലും കൃത്യമായ ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡിനാണ്. അതേസമയം അമോർഫസ് സോളിഡിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ ഫോർത്ത് ഡിഫറൻസ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് മോളാർ എൻതാൽപ്പി ഓർ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. Amorphous solids does not have definite and characteristic molar heat or enthalpy of fusion. ഇനി അടുത്തത്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക. ആ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഷാർപ്പായിട്ട് കറക്റ്റായിട്ട് നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ ഓർഡറിലൊന്നും യാതൊരു മാറ്റവും വരാതെ നമുക്ക് കൃത്യമായി മുറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അമോർഫസ് സോളിഡ്സിനെ ഒരിക്കലും നമുക്ക് അതുപോലെ ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ഡിഫറൻസ് ആണ് crystalline solids undergo regular cleavage and amorphous solids undergo irregular cleavage. നെക്സ്റ്റ് ഡിഫറൻസ്, ആറാമത്തത്,
ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓരോ ഡയറക്ഷനിലും മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇല്ല, ചിലത്. അതിലൊന്ന് മെക്കാനിക്കൽ സ്ട്രെങ്ത്, മറ്റൊന്ന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത്തരം ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ പല ഡയറക്ഷനിലും പല വാല്യൂ കിട്ടി. അതേസമയം അമോർഫസ് സോളിഡിനാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും ഏകദേശം ഒരേ വാല്യൂ ആണ് കിട്ടിയത്. ഇങ്ങനെ ഇത്തരം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. മെക്കാനിക്കൽ സ്ട്രെങ്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, ഇവ പോലുള്ള പ്രോപ്പർട്ടീസ് പല ഡയറക്ഷനിലും പല വാല്യൂ കിട്ടി ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. അമോർഫസ് സോളിഡിന് എല്ലാ ഡയറക്ഷനിലും ഏകദേശം ഒരേ വാല്യൂ കിട്ടി. ഇങ്ങനെ ഇത്തരം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലും ഒരേ വാല്യൂ കിട്ടുന്ന ആ ഒരു ഫിനോമെനെ ഐസോട്രോപ്പി എന്നാണ് പറയുക. ഐസോട്രോപ്പി. എല്ലാ ഡയറക്ഷനിലും ഡിഫറെൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ അനൈസോട്രോപ്പി എന്നാണ് പറയുക. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ലാറ്റിസ് പോയിൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല ഒരു ഡയറക്ഷനിലൂടെ നമ്മൾ പോയാൽ ഒരേപോലുള്ള ആറ്റത്തിനെ അല്ലെങ്കിൽ അയോണുകളെ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു അയോണിക് സോളിഡ് ആണെന്ന് കരുതുക. ഒന്ന് പോസിറ്റീവ് അയോൺ, ഒന്ന് നെഗറ്റീവ് അയോൺ എന്ന് കരുതുക. ഒരു ഡയറക്ഷനിലൂടെ പോയാൽ നമുക്ക് കാറ്റയോൺസിലൂടെയാണ് നമ്മൾ പോകുന്നത്. മറ്റൊരു ഡയറക്ഷനിലൂടെ പോയാൽ നമ്മൾ ആനിയോൺസിലൂടെയാണ് പോകുന്നത്. വേറൊരു ഡയറക്ഷനിലൂടെ പോയാൽ ആനിയോൺ കാറ്റയോൺ, അങ്ങനെ ഒന്നിടവിട്ട് അയോൺസിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് പല ഡയറക്ഷനിലും പല വാല്യൂ കിട്ടാനുള്ള കാരണം. ഇപ്പോൾ 6 പോയിൻറ്റ്സ് ആണ് ഇപ്പം ഞാൻ ഡിഫറൻസസ് ആയി പറഞ്ഞത്. ഒന്നുകൂടി പറയാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്, amorphous solids are pseudo solids or super cooled liquid. Next point, crystalline solids have long range order, amorphous solids have short range order. Third point, crystalline solids have sharp melting point, amorphous solids does not have sharp melting point. Next point, crystalline solids have definite and characteristic heat or enthalpy of fusion, amorphous solids does not have definite and characteristic heat or enthalpy of fusion. Fifth point, crystalline solids undergo regular cleavage and amorphous solids undergo irregular cleavage. Next point, crystalline solids anisotropic ആണ്, amorphous solids isotropic ആണ്. ഓക്കെ, ഇനി ഇത്രയും നേരം പറഞ്ഞതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, why do solids have definite volume and rigid? എന്തായിരിക്കും ഉത്തരം? why do solids have definite volume and rigid? എന്തായിരിക്കും? in solids, നേരത്തെ പറഞ്ഞു, in solids particles are placed in fixed position, അല്ലേ? ഫിക്സഡ് പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്യാൻ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദർ മീൻ പൊസിഷൻ. ആ മീൻ പൊസിഷനിൽ വെച്ച് ഓസിലേറ്റ് ചെയ്യാനല്ലാതെ അവരുടെ സ്ഥാനം വിട്ടു പോകാനുള്ള കഴിവ് സോളിഡ് പാർട്ടിക്കിൾസിനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് ഗ്ലാസ് കൺസിഡേർഡ് ആസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്? വൈ ഈസ് ഗ്ലാസ് കൺസിഡേർഡ് ആസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്? എന്തായിരിക്കും ആൻസർ? ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്ലാസ് എന്തിനുള്ള എക്സാമ്പിൾ ആയിരുന്നു? അമോർഫസ് സോളിഡാണ്. അമോർഫസ് സോളിഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒഴുകാനുള്ള, ഫ്ലൂയിഡ്സിനെ പോലെ ഒഴുകാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത്തരം ഫ്ലൂയിഡ്സിനെ തണുപ്പിച്ചുണ്ടാക്കിയത് എന്ന അർത്ഥത്തിലാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പേര് വരാനുള്ള കാരണം. അപ്പം ഗ്ലാസ് ഈസ് എൻ ഉത്തരം പറയുമ്പോൾ ഗ്ലാസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അമോർഫസ് സോളിഡ്. ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു ഫ്ലോ ലൈക്ക് fluids, that is liquids and gases. Next question, classify the following solids into crystalline and amorphous: polyurethane, naphthalene, benzoic acid, teflon, potassium nitrate, cellophane, polyvinyl chloride, fiberglass, copper. ഇങ്ങനെ കുറേ സോളിഡ്സിൻ്റെ നെയിംസ് നമുക്ക് തന്നാൽ നമ്മൾ എങ്ങനെ അതിനെ തിരിച്ചറിയും അമോർഫസ് ആണോ ക്രിസ്റ്റലൈൻ ആണോ എന്ന്? ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അമോർഫസ് സോളിഡാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും?
മെജോറിറ്റി പോളിമേഴ്സും അമോർഫസ് ആയിരിക്കും. ഇതിലേതൊക്കെ പോളിമേഴ്സ് ഉണ്ട്? ഒന്നാമത്തെ പോളിയൂറത്തേൻ, യൂറത്തേൻ്റെ പോളിമറാണ്. രണ്ടാമതായി ടെഫ്ലോൺ, പോളി ടെട്രാ ഫ്ലൂറോ ഈഥീനാണ് ടെഫ്ലോൺ, അതും ഒരു പോളിമറാണ്. പിന്നെ സെല്ലോഫെയിൻ, അതൊരു നാച്ചുറൽ പോളിമറാണ്. സെല്ലുലോസിൻ്റെ നാച്ചുറൽ പോളിമറാണ് സെല്ലോഫെയിൻ. സെല്ലുലോസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് സെല്ലോഫെയിൻ. പിന്നെ പോളി വിനൈൽ ക്ലോറൈഡ്, വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലാസ് മെറ്റീരിയൽസ്, ഫൈബർ ഗ്ലാസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ക്രിസ്റ്റലൈൻ ഉണ്ട്, ഏതൊക്കെ അമോർഫസ് ഉണ്ട് എന്ന് നമുക്ക് തരംതിരിക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിട്ട് വരുന്നത് നാഫ്തലീൻ, ബെൻസോയിക് ആസിഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, കോപ്പർ. മെറ്റൽസും അലോയ്സും എല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കും. ഇനി അമോർഫസ് സോളിഡ്സ് പോളിയൂറത്തേൻ, ടെഫ്ലോൺ, സെല്ലോഫെയിൻ, പോളി വിനൈൽ ക്ലോറൈഡ് ആൻഡ് ഫൈബർ ഗ്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ. സം ഗ്ലാസ് ഒബ്ജക്ട്സ് ഓഫ് ഏൻഷ്യന്റ് സിവിലൈസേഷൻ are found to be milky, or some glass objects of ancient civilization are found to be thicker near the bottom than at the top. Why? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ആണ്. ഗ്ലാസ് നേരത്തെ പറഞ്ഞു കാണാൻ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ആണെങ്കിലും അതൊരു അമോർഫസ് സോളിഡാണ്. അപ്പോൾ അമോർഫസ് സോളിഡിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, ഒഴുകാനുള്ള കഴിവ്. അപ്പോൾ അവിടെ ഉത്തരം അത് തന്നെ എഴുതേണ്ടത്. ഗ്ലാസ് is an amorphous solid. It has the ability to flow like fluids. ഇനി കട്ടി കൂടാൻ, താഴെ കട്ടി കൂടാൻ കാരണം അല്ലെ മിൽക്കി ആവാൻ കാരണം, അതിനുള്ള കാരണം എന്താ പറയുക? ഡ്യൂ ടു ക്രിസ്റ്റലൈസേഷൻ. മിൽക്കിനെസ് ഈസ് ഡ്യൂ ടു ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഗ്ലാസ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഫൗണ്ട് ടു ബി സെയിം in all direction. To what type of solid does it belong? Does it show cleavage property? ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാ ഡയറക്ഷനിലും ഒരേ വാല്യൂ കിട്ടും എന്ന് പറഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി ആയിരുന്നു? ഐസോട്രോപ്പിക് അല്ലേ. അപ്പോൾ ഐസോട്രോപ്പിക് ആവുന്നത് ഏത് തരം സോളിഡാണ്? അമോർഫസ് സോളിഡാണ്. അപ്പോൾ അമോർഫസ് സോളിഡാണ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അമോർഫസ് സോളിഡ്. ഇനി അത് ക്ലീവേജ് പ്രോപ്പർട്ടി, ഏത് തരം ക്ലീവേജ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുക? ഇറ്റ് അണ്ടർഗോസ് ഇറഗുലർ ക്ലീവേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്വാർട്സ് ആൻഡ് ക്വാർട്സ് ഗ്ലാസ്? അണ്ടർ വാട്ട് കണ്ടീഷൻ ക്വാർട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്വാർട്സ് ഗ്ലാസ്? എന്താ ക്വാർട്സും ക്വാർട്സ് ഗ്ലാസും കേട്ടിട്ടുണ്ടോ? ക്വാർട്സ് ഗ്ലാസ്, ക്വാർട്സിൽ വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ്. ക്വാർട്സ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഈ ക്വാർട്സ് എന്ന ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ ഉരുക്കിയതിന് ശേഷം പെട്ടെന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോവും, നശിച്ചു പോകും, ഡിസ്ട്രോയ് ചെയ്യും. അപ്പം അതായത് ആദ്യമുള്ള ക്വാർട്സ് ക്രിസ്റ്റലൈൻ സോളിഡായിരുന്നു. അതിനെ നമ്മൾ ചൂടാക്കി തണുപ്പിച്ചപ്പോൾ ആ ആ വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് നശിച്ച് അമോർഫസ് സോളിഡായി മാറി. അപ്പം എന്താ ഇതിൻ്റെ ആൻസറായിട്ട് എന്ത് എഴുതും? Quartz is a crystalline solid. Quartz glass is an amorphous solid. Under what conditions quartz can be converted into quartz glass? അതിനെന്ത് പറയും? By heating quartz and then cooling it rapidly, quartz can be converted into quartz glass. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Distinguish between isotropy and anisotropy. നേരത്തെ ഞാൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അമോർഫസ് സോളിഡിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ ആറാമത്തെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞതായിരുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക്കും അമോർഫസ് സോളിഡ് ഐസോട്രോപ്പിക്കും. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, അതുപോലെ മെക്കാനിക്കൽ സ്ട്രെങ്ത് മെഷർ ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂ കിട്ടി. അമോർഫസ് സോളിഡിലാണെങ്കിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഒരേ വാല്യൂ കിട്ടി. അതിൻ്റെ റീസൺ ഒക്കെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഐസോട്രോപ്പി ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ആൻഡ് അനൈസോട്രോപ്പി ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ദീസ് പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, ദി സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം.
ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.